എന്താണ് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി പെപ്സിയും കോളയും ഹറാമാണെന്നാണ് പറഞ്ഞത്? 23 കൊല്ലം പാശ്ചാത്യ കമ്പനികൾ ഇറക്കുന്ന, പിന്നീട് ഇന്ത്യ ഉൾപ്പെടെയുള്ളവർ ഇറക്കുന്ന എല്ലാ ബോട്ടൽ പാനീയങ്ങളെ കുറിച്ചും ഞാൻ വായിച്ചു, പഠിച്ചു, പഠിപ്പുള്ളവരോട് ചോദിച്ചു, മനസ്സിലായി. അതിന്റെ ആഴവും പരപ്പും ഉൾക്കൊണ്ടപ്പോൾ പല വിഷയങ്ങളും പലരും പറയാത്ത വിധത്തിൽ ഗൗരവത്തിൽ എനിക്ക് പറയേണ്ടി വന്നു. കാരണം അല്ലാഹ് തന്ന നഫ്സിനെ ഭയങ്കരമായി പ്രൊജക്ട് ചെയ്യുന്നുണ്ട് ഇസ്ലാം. അല്ലാഹ് പറയുന്നു, വലാ തഖ്തുലൂ അൻഫുസകും, നഫ്സിനെ കൊല്ലരുത്. നഫ്സിനെ എങ്ങനെയാണ് ഒരാൾ കൊല്ലുക? കയറ് കുടിക്ക് മരിച്ചാൽ പാപമാണ്. കള്ള് കുടിച്ച് കരള് കേടുവരുത്തിയാൽ പാപമാണ്, നഫ്സിനെ കൊല്ലലാണ്. കത്തിയെടുത്ത് കഴുത്തറുത്താൽ പാപമാണ്. കെട്ടിടത്തിന് താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്താൽ പാപമാണ്. ഖാലിദൻ മുഖല്ലദൻ ഫീഹി അബദ, വാൾത്തലമ്പിനെ മണ്ണിലൂന്നി വെച്ച് വാളിലേക്ക് വയറിനെ ചായ്ച്ചു വെച്ച് ആത്മഹത്യ ചെയ്താലും ഖാലിദൻ മുഖല്ലദൻ ഫീഹി അബദ, സംശയമില്ല. കിഡ്നി വളരെ പെർഫെക്റ്റ് ആണ്. 130 ഗ്രാം ഭാരമുള്ള കിഡ്നിയെ കേടുവരുത്തുന്ന പാനീയം, കേടുവരുത്തുന്ന ഭക്ഷണം പാനീയം എന്തുമാവട്ടെ, പെപ്സി ആവാം, കോളയാവാം, എന്തുമാവാം. അതുപോലെ ഫാസ്റ്റ് ഫുഡുകളിൽ നമുക്ക് ലഭിക്കുന്ന ചില ഫുഡുകൾ, നാം ഉണ്ടാക്കുന്ന കൃത്രിമത്വം ചേർത്തുണ്ടാക്കുന്ന ഫുഡുകൾ ഉൾപ്പെടെയുള്ള പലതും എന്ന ബൗണ്ടറിക്കുള്ളിൽ പഠിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ പെപ്സി കോള ഹറാമാണെന്ന് ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല. അതെന്റെ നാവിൽ വന്നിട്ടുള്ള ആ വിഷയത്തോട് എനിക്കുണ്ടായ അഭിനിവേശത്തിൽ നിന്ന് പുറത്തോട്ട് വന്ന വാചകം. ലോകത്തൊരു സലഫി ഉലമാകുമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാനും ഇനി അത് പറയില്ല. ഞാനത് തിരുത്തുന്നു. ആ വാചകത്തിന്റെ പേരിൽ ഞാൻ ഖേദിച്ചു മടങ്ങുന്നു. പക്ഷേ അവിടെ തീരില്ല എന്റെ പ്രതിഷേധം. ഞാൻ ചോദിക്കുന്നു സൂറത്ത് ബഖറ വായിച്ചവരോട് ഞാൻ ചോദിക്കുന്നു, സൂറത്ത് ബഖറയിലെ 168 എന്താ ഉള്ളത്? യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, ഹലാലാവണം, ത്വയ്യിബാകണം. ഇത് രണ്ടും ചേരാതെ ഒരു മുഅ്മിൻ ഒരു പാനീയം കുടിക്കാൻ പറ്റില്ലല്ലോ മുത്ത് ഹബീബുകളെ. ഹലാലാണ്, പെപ്സി ഹലാലാണ്, കോള ഹലാലാണ് എന്ന് തന്നെ നിങ്ങൾ വെച്ചോ. ഞാൻ നിങ്ങൾ ഇനി മുതൽ അങ്ങനെ തന്നെ വിശ്വസിക്കുക. ത്വയ്യിബാണോ? ആണോ? ത്വയ്യിബാണോ? നല്ലതാണോ? ഞാൻ ചോദിക്കുന്നു. ഒരാളെ കയ്യിലുള്ളത് ത്വയ്യിബാണ്. ഉദാഹരണം, അയൽപ്പക്കത്തെ വീട്ടിന്റെ പറമ്പിലുണ്ടായ ഏത്തപ്പഴം, അത് ഫ്രഷ് ആണ്, നല്ല വളട്ടിട്ട് അയാൾ നല്ല സൂക്ഷിച്ചുണ്ടാക്കിയതാണ്. അത് ത്വയ്യിബാണോ? ആണ്. അയാളില്ലാത്ത സമയത്ത് അത് പറിച്ച് തിന്നൽ ഹലാലാണോ? പറ, ആണോ? ഹലാലല്ല, ത്വയ്യിബാണ്. സമ്മതിച്ചോ? ആണ്. നമ്മുടെ വീട്ടിൽ കോഴിമുട്ടയുണ്ട്, നമ്മൾ വാങ്ങിയതാ, കെട്ട് നാറി ചീഞ്ഞിരിക്കുന്നു. ത്വയ്യിബാണോ? അല്ല. ഹലാലാണോ? ആണ്. ആണ്. അത് തിന്നാവോ? കോഴിമുട്ട കേട് വന്ന് പുഴുത്ത് പുഴു വരുന്നു, തിന്നാവോ? എന്താ തിന്നാത്ത? കോഴിമുട്ട ഹലാലല്ലേ? ആണ്. ത്വയ്യിബാണോ? അല്ല. ഇനി ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ. നിങ്ങളിപ്പോ മൊബൈൽ എടുത്തിട്ട് ചാറ്റ് ജിപിടിയോട് ചോദിക്കും, പെപ്സി കഴിച്ചാലുള്ള ഒരു ഗുണം, ഒരൊറ്റ ഗുണം. എന്റെ പ്രസംഗം കഴിഞ്ഞ് പിരിയുന്നതിന് മുമ്പ് ഒരു ഗുണം, കോള കഴിച്ചാൽ ഒരു ഗുണം. ഗുണമില്ലെന്ന് മാത്രമല്ല, 50ലധികം ഗുരുതരമായ ശാരീരിക നഷ്ടം പെപ്സിയും കോളയും അതുപോലെയുള്ള ബോട്ടൽ പാനീയങ്ങൾ. എന്ന് വിചാരിച്ച കൂൾബാറിലെ ചുവപ്പും മഞ്ഞ നിറത്തിലുള്ള ബോട്ടൽ പാനീയങ്ങളെല്ലാം എന്തിന്? ലൈസ് അടക്കമുള്ള കാര്യങ്ങൾ ഭയങ്കരമായ കേടാണ് വരുന്നത്. മറക്കരുത്. ഹലാലായ മാത്രം പോരെ. എല്ലാരും വിചാരിച്ചെന്നറിയോ, ഹലാലായ എന്തും കഴിക്കുക, ഏത് പാനീയം? അങ്ങനല്ല മൊയ്ലിയാരെ, അങ്ങനല്ല അനസ് മൊയ്ലിയാരെ, അങ്ങനല്ല മൊല്ലാ മൊയ്ലിയാമാരെ, അങ്ങനല്ല. ശരീരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം. എന്നെ റബ്ബ് സൃഷ്ടിച്ചെന്തിനാ? ജിന്നിനെ റബ്ബ് സൃഷ്ടിച്ചെന്തിനാ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെ റബ്ബിനെ ഇബാദത്ത് ചെയ്യാനാ. ഇബാദത്ത് ചെയ്യണമെങ്കിൽ ശരീരം വേണം. നീണ്ടു നിന്ന് നിസ്കരിക്കണമെങ്കിൽ ശരീരം വേണം. ഡയാലിസിസിന് വിധേയമായാൽ, കിഡ്നി കേട് വന്നാൽ, ലിവർ സിറോസിസ് വന്നാൽ, ഹാർട്ട് കേട് വന്നാൽ, അത് നമ്മൾ കുടിക്കുന്ന പാനീയം കൊണ്ടാണെങ്കിൽ, അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടാണെങ്കിൽ, അത് നമ്മുടെ ശരീരത്തെ കേടുവരുത്തുന്നുണ്ടെങ്കിൽ, അത് നമ്മൾ മരിക്കാൻ കാരണമാകുന്നുവെങ്കിൽ, അത് ഇബാദത്തിന് തടസ്സമാകുന്നുവെങ്കിൽ പറ. ഹലാലായതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? അത് ത്വയ്യിബും കൂടിയാകണം. വീണ്ടും ഞാൻ പറയുന്നു, പെപ്സിയും കോളയും ഹറാമെന്ന് നിങ്ങൾ ശരിക്കും യഥാർത്ഥത്തിൽ അന്നത്തെ എന്റെ ചിന്ത എന്താ അറിയോ? അവിടെ ഇരിക്കുന്ന പ്രോഫോൺ വിദ്യാർത്ഥികളെ എല്ലാ അർത്ഥത്തിലും പ്രോഗ്രസ് ആക്കുക എന്നുള്ളതാണ്. നല്ല പാനീയം കുടിക്കുന്ന യൗവനം, നല്ല ഭക്ഷണം കഴിക്കുന്ന യൗവനം, ലോകത്തിന് ആവശ്യമുള്ള യൗവനം, ശരീരം കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാൻ ശേഷിയുള്ള യൗവനം, കിഡ്നി കേടുവരാത്ത യൗവനം, ഹാർട്ട് കേടുവരാത്ത യൗവനം, നന്മ നിറഞ്ഞ യൗവനം. അതായിരുന്നു എന്റെ ഉദ്ദേശം. ആയത്തിൽ എന്താ ഉള്ളത്? നല്ലത് അനുവദിച്ചു, ചീത്ത നിഷിദ്ധാക്കി. ഭാഷാപരമായത് പറയാം. ഒരു കാര്യം ചെയ്യും, അത് ഹറാമാണ് പറയാം. അത് സാങ്കേതിക ശബ്ദമായി കരുതരുത്, മനസ്സിലാക്കുക. മറിച്ച് നിങ്ങൾ ആരെങ്കിലും കള്ള് അതുപോലെ കഞ്ചാവ് ഹറാമാക്കിയ പോലെ എന്റെ സെന്റൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ വാചകം ശരിയല്ല, അതെനിക്ക് പറ്റിയ അബദ്ധമാണ്. ഞാനത് തിരുത്തുന്നു, റബ്ബിനോട് പൊറുക്കലിനെ തേടുന്നു. ഒന്നുകൂടി ഞാൻ പറഞ്ഞു വെക്കും, പുകവലി ഹറാമാണെന്ന് പുകവലിച്ച കാലത്ത് പറഞ്ഞിട്ടില്ല, ഉണ്ടോ?
പുകവലി ഹറാം എന്ന് പറഞ്ഞിട്ട് ദാവാ ബുക്സ് വൈറ്റില എം അക്ബർ സാഹിബിന്റെ നേതൃത്വത്തിൽ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അനസേ, പുകവലി ഹറാം എന്ന ഖുർആനിലുണ്ടോ? ഉണ്ടോ? സിഗരറ്റ് വലിക്കൽ ഹറാം എന്ന് ഖുർആനിലുണ്ടോ? കള്ളുകുടിനേക്കാൾ ഭയാനകരമാണ് പുകവലി. അറിയോ നിങ്ങൾക്ക്? സലഫി ഉലമാക്കൾ അതിനെ ഹറാമാക്കി. എപ്പോ? ഓരോട് ആരെയും ചോദിച്ചോ ഏത് ഖുർആൻ വചന ഹറാമാക്കിയ പുകവലിന്ന്? പുകവലി ഹറാമെന്ന് ഖുർആനിലുണ്ടോ? ഉണ്ടോ? പുകവലി ഹറാം എന്ന ഖുർആനിലുണ്ടോ? അല്ല. പിന്നെ എന്തേ? കുറെ കാലം കഴിഞ്ഞപ്പോൾ പണ്ഡിതന്മാർ പഠിച്ചു, പുകവലിയുടെ അപകടം പഠിച്ചപ്പോൾ ഒരു സംഗതി ഹറാമാക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും അതിൽ ഒത്തുവന്നപ്പോൾ അത് ഹറാമാണെന്ന് അവർ പറഞ്ഞു, കിയാസാക്കിയിട്ട്. ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, ലോക സലഫികൾ, ലോക പണ്ഡിതന്മാർ ഇത്തരം പാനീയങ്ങൾ മുസൽമാൻ കഴിക്കൽ പാപമാണെന്ന് പറയുന്ന അനധിവിദൂരമല്ലാത്തൊരു കാലം വരും. എന്തുകൊണ്ട്? നമ്മുടെ ജീവിതം ബോധപൂർവമാവണം, സ്വദേശപൂർവ്വമാകണം. ഒരു പാനീയവും അനാവശ്യമായി വരരുത്. ഒന്നും കൂടി ഞാൻ പറയുന്നു, അള്ളാഹ് ഇറച്ചി ഹലാലാക്കിയിട്ടില്ലേ? അല്ലേ? ഉണ്ട്. ഇറച്ചി അമിതമായിട്ട് തിന്നാവോ? ഏത് സൗസിലൊക്കെ ഇറച്ചി, എവിടെ ഇരുന്നാലും പെപ്സി, എവിടെ ഇരുന്നാലും കോള. അങ്ങനെ ഉണ്ടോ ഒരു ദീൻ? അങ്ങനെ ഉണ്ടോ? അങ്ങനെയാണോ ദീൻ? ഒന്നും അമിതമാവരുത്. അനുവദിച്ചത് പോലും ഇടോ വളരെ കുറച്ച്. അതിൽ ഒരു ഗുണമില്ലെങ്കിൽ തീരെ കഴിക്കരുത്. ഒരു ഭക്ഷണത്തിൽ നിന്ന് ഒന്നും ശരീരത്തിന് സ്വീകരിക്കാനില്ലെങ്കിൽ കഴിക്കരുത്. ഒരു പാനീയത്തിൽ നിന്നൊന്നും കിട്ടാനില്ലെങ്കിൽ പിന്നെ ആ പാനീയം വേണ്ട. പിന്നെ എന്തായാലും കിട്ടുക? ആ പാനീയം വിട്ട കമ്പനിക്ക് പൈസ കിട്ടും. അറബികളെ പോലും കീഴ്പ്പെടുത്തിയ പാനീയ അത്. അറബികളെ പോലും കീഴ്പ്പെടുത്തിയ പള്ളിന്റെ ഉള്ളിൽ പോലും ഇത് വിൽക്കുന്നിടത്തേക്ക് കാര്യങ്ങളെത്തിയാൽ അതിൽ ആരാ വിജയിക്കുന്നത്? സാമ്രാജ്യത്തെ ശക്തികളാ വിജയിക്കുന്നത്. നല്ല റബ്ബ് തന്ന പച്ചളാർക്കും വേണ്ട, റബ്ബ് തന്ന പച്ചളാർക്കും വേണ്ട. ഇത് മതി നമ്മുടെ കുരുന്നുകൾക്ക് പോലും. ചിന്തിക്കുക, ആലോചിക്കുക, ഉറ്റാലോചിക്കുക. അല്ലാഹു ഖൈറാക്കട്ടെ.